കഴിഞ്ഞ വർഷം മലയാള സിനിമയ്ക്ക് സുവർണ്ണ കാലഘട്ടമായിരുന്നു. റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമകളും തിയേറ്ററിൽ മാത്രമല്ല ബോക്സ് ഓഫീസിലും സൂപ്പർ ഹിറ്റുകളായി മാറി. ഇതിലൊരു പരീക്ഷണ ചിത്രം കൂടിയുണ്ടായിരുന്നു, ഭ്രമയുഗം. ആധുനിക സാങ്കേതിക വിദ്യകൾ വളർത്തിയ സാഹചര്യത്തിൽ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റിലീസ് ചെയ്ത ചിത്രം 50 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ആദ്യ മലയാള സിനിമ എന്ന ചരിത്രം കൂടി സൃഷ്ടിച്ചു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച കളക്ഷൻ തന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂടി ഇതുതന്നെയാണ്. നിലവിൽ OTT സ്ട്രീമിംഗ് തുടരുന്ന ചിത്രത്തിനിതാ ഒരു വർഷത്തിനിപ്പുറം ടെലിവിഷനിൽ എത്താൻ ഒരുങ്ങുകയാണ്. ഏഷ്യാനെറ്റാണ് പ്രീമിയം അവകാശം വിറ്റുപോയിരിക്കുന്നത്. എന്നാൽ സംപ്രേഷണം ചെയ്യുക എന്ന വിവരം ഉടൻ പുറത്തുവരും. മമ്മൂട്ടിയുടെ കൊടുമുൻ പോറ്റിയായിട്ടുള്ള ചാത്തൻ പ്രകടനവും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ കാണാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ ആസ്വാദകർ. 2024 ഫെബ്രുവരി 15-നായിരുന്നു ഭ്രമയുഗം റിലീസ് ചെയ്തത്. ആദ്യ ദിവസം മുതൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം 10 രാജ്യങ്ങളിൽ റിലീസ് ചെയ്തു. ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് സമ്മാനിച്ച 2024 കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഭ്രമയുഗത്തിന് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് ഭ്രമയുഗം. മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ, അമൽ ലാൽ, ലിസ, മണികണ്ഠൻ എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ചിത്രം 50 കോടിയിലേറെ കളക്ഷൻ നേടിയിട്ടുണ്ട്.